എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാരെ, സഹോദരന്മാരെ, ഇനിയുള്ള ദിനരാത്രങ്ങൾ തിരിച്ചറിവിന്റെ ദിനരാത്രങ്ങളായി മാറണം. ഇനിയുള്ള ദിനരാത്രങ്ങൾ മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കേണ്ടയും പ്രവർത്തിക്കേണ്ടയും ദിനരാത്രങ്ങളായി മാറണം. ഇന്നലെ നമ്മൾ കണ്ടു പത്രത്തിൽ ഫൈഹ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ. നിഷ്കളങ്കയായ നിർമ്മലയായ ഒരു പാവപ്പെട്ട പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ വിഷാദഭാവം നിറഞ്ഞു നിൽക്കുന്ന മുഖത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. തന്നെ താനാക്കേണ്ട, തനിക്ക് ജീവിതം നൽകേണ്ട, അസ്തിത്വം നൽകേണ്ട പ്രിയപ്പെട്ട ഉപ്പ, മണ്ണാർക്കാട് പള്ളത്ത് നൂറുദ്ദീൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉപ്പ, ആ ഉപ്പയെ മൃഗീയമായി വേട്ടയാടിയത് എന്തിനെന്ന് പോലും തിരിച്ചറിയാതെ തന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളുടെയും തന്റെ ജീവിതത്തിലെ പ്രതീക്ഷകളുടെയും ചിറക് വെക്കേണ്ട കാലത്ത് ഉപ്പ എന്ന് വിളിച്ച് പ്രിയപ്പെട്ട ഉപ്പയുടെ മാർവിടത്തിൽ മുഖമമർത്തി ചാരിക്കിടക്കേണ്ട സന്ദർഭത്തിൽ നമുക്കറിയാം, ഈ രാജ്യത്തെ കാവാലി വർഗം കഷ്ണം കഷ്ണമാക്കി വെട്ടിനുറുക്കിയ പ്രിയപ്പെട്ട നൂറുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ മകളുടെ ഫോട്ടോയാണ് നമ്മൾ പത്രത്തിലൂടെ ദർശിച്ചത്. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ ആ സഹോദരൻ സമുദായത്തോട് ചെയ്തത്? നമുക്കറിയാം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിച്ചു എന്നതിന്റെ പേരിൽ നാട്ടിൽ കലാപങ്ങളും കാലുഷ്യങ്ങളും ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തിനെതിരെ ആർജവത്തോടെ പ്രതികരിച്ചു എന്നതിന്റെ പേരിൽ നമുക്കറിയാം, ഇവിടത്തെ സവർണ ഫാസിസ്റ്റ് ശക്തികൾ കാട്ടിക്കൂട്ടുന്ന ഏറ്റവും മൃഗീയമായ താണ്ഡവങ്ങളെക്കാൾ വെല്ലുന്ന രൂപത്തിൽ ഒരു പാവപ്പെട്ട സഹോദരനെ നടുറോട്ടിലിട്ട് കഷ്ണം കഷ്ണമാക്കി വെട്ടിനുറുക്കി എന്ന് മാത്രമല്ല, ഇവിടെ ഗുജറാത്തിന്റെയും രാജ്യത്ത് കലാപങ്ങൾ അരങ്ങേറിയ വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയ കലാപഭൂമികളിൽ ഇസ്ലാമിക മൂല്യങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവുമില്ലാത്ത വർഗീയവാദികൾ കാട്ടിയ കൂട്ടക്കശാപ്പിനേക്കാൾ വെല്ലുന്ന രൂപത്തിൽ കഷ്ണം കഷ്ണമാക്കി വെട്ടിനുറുക്കിയെന്ന് മാത്രമല്ല, ആ പാവപ്പെട്ട സഹോദരന്റെ കണ്ണു ചൂഴ്ന്ന് പുറത്തെടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാവപ്പെട്ട സഹോദരൻ വേദന കൊണ്ട് പൊളഞ്ഞ് സക്കറാത്തിന്റെ ഹാളിൽ കുടിവെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ അവന്റെ വായിലേക്ക് മൂത്രിച്ചു കൊടുത്തു. കഴിഞ്ഞില്ല, കുഞ്ഞംസു എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരനെ മൃഗീയമായി വെട്ടിപ്പരക്കേൽപ്പിച്ചു. ആ പ്രിയപ്പെട്ട സഹോദരന്റെ പൊന്നുമോളാണ് ഫൈഹ എന്ന് പറയുന്ന പൊന്നുമോൾ. സ്കൂളിലേക്ക് അതാ കൈപിടിച്ചുയർത്തേണ്ട ഉപ്പ എവിടെ എന്ന് ചോദിച്ച് പെറ്റുമ്മയോട് വിലപിക്കുമ്പോ, എല്ലാവർക്കും വാപ്പിച്ചിയുണ്ട്, എന്റെ വാപ്പിച്ചി എവിടെ എന്ന് ചോദിച്ചു വിലപിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പള്ളത്ത് വീട്ടിൽ ആ സഹോദരന്മാരെ മൃഗീയമായ വേട്ടയാടിയ ഭവനത്തിൽ ഒരു പാവപ്പെട്ട വിധവയായ പെണ്ണുണ്ട്, ജസീറ എന്ന് പറയുന്ന പെണ്ണ്. എന്തിനാണ് എന്റെ ഭർത്താവിനെ മൃഗീയമായി വേട്ടയാടിയതെന്ന് തിരിച്ചറിയാതെ ആ കൊടും ക്രൂരതയ്ക്ക് മുന്നിൽ പകച്ചു നിന്നുപോയ പാവപ്പെട്ട പെണ്ണുണ്ട്. അവരുടെ പ്രിയപ്പെട്ട മക്കൾ നമുക്കറിയാം, ഫഹീം എന്ന് പറയുന്ന പൊന്നുമോൻ, ഫാത്തിമ ഫിദ എന്ന് പറയുന്ന പൊന്നുമോൾ, ഫാഹിദ എന്ന് പറയുന്ന പൊന്നുമോൾ. അവർക്കൊന്നും അറിയില്ല തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ എന്ത് തെറ്റ് ചെയ്തു, എന്തിന്റെ പേരിലാണ് ഈ മൃഗീയമായ അക്രമം അഴിച്ചുവിട്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോ എന്റെ സമുദായത്തിലെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മമാരോട്, മുസ്ലിം പെങ്ങന്മാരോട് വിനയത്തിന്റെ ഭാഷയിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ അസ്തിത്വത്തിന് തുരങ്കം വെക്കുന്നത് അത് എത്ര വലിയ പരിശുദ്ധവാന്മാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ ചുടുചോര കൊണ്ട് അമ്മാനമെഴുതുന്ന ഇവിടത്തെ കാപാലിക വർഗത്തോട് പ്രതിരോധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും സമയം ഇതാണ്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായ പ്രതികാരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നേതൃത്വം നൽകിയ മതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, മണ്ണാർക്കാടിലെ വിധവയായ ജസീറയുടെ കണ്ണീരിനോട് പകരം ചോദിക്കേണ്ട രാത്രികൾ കടന്നു വരികയാണ്. മണ്ണാർക്കാട് ഉപ്പതക്കപ്പെട്ട് പൊട്ടിക്കരയുന്ന ഫൈഹാമോളുടെ കരച്ചിലിന് പരിഹാരം സൃഷ്ടിക്കേണ്ട രാത്രി കടന്നു വരികയാണ്. പ്രിയപ്പെട്ട ഉപ്പ നഷ്ടപ്പെട്ട ഫഹീമിന്റെ, ഫാത്തിമ ഫിദയുടെ, ഫാഹിദയുടെ വേദനക്കൊപ്പം നമുക്ക് ചേരേണ്ട രാത്രികളും സുപ്രധാന ദിനങ്ങളും കടന്നു വരികയാണ്. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ശബ്ദമുയരട്ടെ. ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന, നിഷ്കാസനം ചെയ്യപ്പെടുന്ന, ഇവിടെ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ രോദനങ്ങൾ കേൾക്കുന്ന മനസ്സായി മാറട്ടെ. മുത്തഅല്ലിമീങ്ങളുടെ
വേദന കേൾക്കുന്ന, ഇവിടുത്തെ ആലിമീങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഈ രാജ്യത്തെ നിഷ്കളങ്കരായ പാവപ്പെട്ട മനുഷ്യ മക്കളെ മൃഗീയമായി വേട്ടയാടുമ്പോ സമുദായത്തിന്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കൂട്ടക്കുരുതികൾക്ക് നേതൃത്വം നൽകുന്ന, മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇവിടെയുള്ള രാഷ്ട്രീയ ബീച്ചാന്താഹികൾക്കെതിരെയുള്ള തിരുത്തെഴുത്തിന്റെ വോട്ടായി നമ്മുടെ വോട്ട് മാറണം. നമ്മുടെ മാറ്റത്തിന്റെ ശബ്ദമായി നമ്മുടെ ശബ്ദങ്ങൾ മാറണം. മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഉരങ്ങേണ്ട സമയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വീടുകളുടെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുണരണം. നമ്മുടെ മനുഷ്യാവകാശം, നമ്മുടെ മനസ്സിന്റെ അംഗീകാരം ഈ രാജ്യത്തെ കാപാലികന്മാർക്കെതിരെ പ്രിയപ്പെട്ട കുഞ്ഞംസുവിന്റെയും നൂറുദ്ദിന്റെയും ചുടുചോറക്കുള്ള പകരമായി ചോദ്യം ചെയ്യലായി മാറാൻ നമ്മുടെ വോട്ടുകൾ നമ്മൾ വിനിയോഗിക്കണം. ഇവിടെ പരിശുദ്ധ ഇസ്ലാമിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. പാരമ്പര്യമായ മുസ്ലിമീങ്ങൾ ഇസ്ലാമിക മൂല്യങ്ങൾക്ക് വേണ്ടി ഭദ്രതയോടുകൂടി കാത്തു സൂക്ഷിച്ച ഇവിടത്തെ വഖഫ് സ്വത്തുക്കൾ മുഴുവനും ഇവിടത്തെ വഹാബികൾക്ക്, മൗദൂദികൾക്ക്, ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്ക് തീരെഴുതി കൊടുക്കുകയാണ്. ഇവിടത്തെ രാഷ്ട്രീയമാന്മാർ അത് കൊള്ളയടിച്ചുകൊണ്ട് സുഖവാസം നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ഇവിടെ നിലനിൽക്കണം, ദീൻ ഇവിടെ നിലനിൽക്കണം. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഇവിടെയുള്ള പ്രവർത്തകന്മാർക്ക് അസ്തിത്വമുണ്ടാകണം. അതുകൊണ്ട് ചുടുചോരകൾക്ക് പകരം തീർക്കേണ്ട ദിവസമിതാ കടന്നു വരുന്നു. നമ്മുടെ മനസ്സാക്ഷി